ശ്രീ ഗോകുൽ, ഈ ന്യൂനപക്ഷം, വിശേഷിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷം, പല വിഷയങ്ങളിലും അവർ വലിയ രീതിയിൽ തന്നെ രക്ഷിതാവസ്ഥയിലാണ്, വലിയ രീതിയിൽ തന്നെ അവർ എന്താ പറയുക പ്രശ്നങ്ങളിലാണ് എന്നത് കൃത്യമായി തന്നെ നമ്മൾ കണ്ടതാണ്. ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഇടപെട്ടൊരു രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. വിശേഷിച്ച് പല കാര്യങ്ങളും, ഇപ്പോൾ മുനമ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണെങ്കിൽ പോലും ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് BJP നേതാക്കളിൽ നിന്നാണ്. അത് എത്രത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്? ഇവിടെ BJP അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഇതൊരു ഹിന്ദു മുന്നണിയാണ്, ഹിന്ദു പാർട്ടികളാണ്, ഹിന്ദു പാർട്ടിയാണ് എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലും ആഖ്യാനവും അതിൻ്റെ ഒരു നറേറ്റീവുമാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെല്ലാം ഇടതും വലതും കേരളത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ്, ഈ 2025 ഡിസംബർ 13 റിസൾട്ട് വരാൻ പോകുന്ന ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ആ ഇടത് വലത് മുന്നണികളുടെ BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനുമെതിരെയുള്ള ആ നറേറ്റീവിനെ പൊളിക്കുന്നതായിരിക്കും. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, അത് ക്രൈസ്തവരാണെങ്കിലും അത് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളാണെങ്കിലും, അവർ BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായി വിധി എഴുതിയ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരിക്കും 13-ാം തീയതി വരാൻ പോവുക. അത് അവതാരകൻ സൂചിപ്പിച്ചതുപോലെ മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ അവിടുത്തെ ക്രൈസ്തവ ജനവിഭാഗങ്ങളോട്, തീരദേശ പ്രദേശത്തെ ഈ തദ്ദേശീയരായ ക്രൈസ്തവ ജനവിഭാഗങ്ങളോട് BJPയും BJPയുടെ സംസ്ഥാന ഘടകവും കേന്ദ്ര സർക്കാരും നടത്തിയ അനുഭാവപൂർവമായ ഇടപെടലുകൾ, തീരദേശത്തെ പ്രദേശങ്ങളിലെ കടലോര പ്രദേശങ്ങളിലെ ദൈനംദിനമായ വിഷയങ്ങൾക്കകത്ത് അവിടുത്തെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിരവധിയായിട്ടുള്ള പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട് BJP നടത്തിയ ഇടപെടലുകൾ, ക്രൈസ്തവ ജനവിഭാഗങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ, പ്രതിരോധങ്ങളിലാകുമ്പോൾ, അപകടത്തിൽപ്പെടുമ്പോൾ BJPയുടെ കേരള ഘടകവും രാജീവ് ചന്ദ്രശേഖർജിയും നടത്തിയ ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചടുലമായ ഇടപെടലുകളിൽ അവർക്ക് ലഭിച്ച രക്ഷ, അവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകൾക്ക് അവരുടെ ആത്മാഭിമാനത്തിന്, സ്വാഭിമാനത്തിന്, അവരുടെ കെട്ടുതാലിക്ക് ഈ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ, BJPയുടെ സർക്കാർ നൽകിയ ബലം, അവരുടെ ആത്മവിശ്വാസം, ഇതെല്ലാം കേരളത്തിൽ പ്രതിഫലിക്കുമെന്നേ. എവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷങ്ങൾ എന്ന രീതിയിലല്ല, കേരളത്തിൽ രാജ്യം ഭരിക്കുന്ന യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരിൻ്റെ, നരേന്ദ്രമോദിയുടെ എല്ലാ ഭരണ നേട്ടങ്ങളും കേരളത്തിനകത്ത് ഈ പറയുന്ന ഇടതു മുന്നണിയും CPM-ഉം എവിടെയെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി തടഞ്ഞു വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, അവകാശങ്ങൾ ലഭിക്കാൻ വേണ്ടി, ഈ വികസനം ലഭിക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ജനങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ ആത്മവിശ്വാസം BJPക്കൊപ്പമാണ് എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആ ആത്മവിശ്വാസം BJPയിലേക്ക് ജനങ്ങൾ നൽകുമ്പോൾ, ന്യൂനപക്ഷങ്ങൾ നൽകുമ്പോഴാണ് ഇവിടെ ഇന്നലെ വരെ ബദ്ധവൈരികളായിരുന്ന, ബദ്ധശത്രുക്കളായിരുന്ന പിണറായി വിജയനും ജമാഅത്ത് ഇസ്ലാമി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നാഴികയ്ക്ക് 40 വട്ടം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അത് UDFനെ പമ്പ് ചെയ്യുന്ന വർഗീയ പാർട്ടിയാണ്, വർഗീയവാദികളാണെന്ന് പറയുന്ന പിണറായി വിജയൻ ഈ ആഴ്ച, ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ 7-ാം തീയതി ജമാഅത്ത് ഇസ്ലാമി നേതാക്കന്മാരെ ഞാൻ കണ്ടു എന്ന് മാധ്യമങ്ങളോട് പറയുന്നത്, അതിന് കാരണം എന്താ? ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ജനവിഭാഗങ്ങൾ, ഈ നാട്ടിലെ സഹോദരങ്ങൾ, അവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും നരേന്ദ്രമോദിക്കും രാജീവ് ചന്ദ്രശേഖറിനും BJPക്കും വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ഏത് വർഗീയ കാർഡ് ഇറക്കിയും, ഏത് പ്രലോഭനങ്ങൾ നൽകിയും, ജനങ്ങളെ വിഭജിച്ചും വോട്ട് നേടുക, എങ്ങനെയെങ്കിലും വീണ്ടും അധികാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷൻ സ്റ്റണ്ട് കൊണ്ടൊന്നും ഇവിടെ വിജയിക്കാൻ വേണ്ടി കഴിയില്ല. അതിന് കാരണം കേരളത്തിൽ BJP വരുത്തുന്ന, BJPക്ക് ലഭിക്കുന്ന ജനങ്ങളുടെ പിന്തുണയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് ഈ വരാനിരിക്കുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനകത്തേക്കുള്ള ഒരു ചൂണ്ടുപലകയായി, ദിശാസൂചികയായി ഈ 13-ാം തീയതി മാറും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട അപകടകരമായിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ്. പ്രത്യേകിച്ച് UDF ആണ് ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ കൂടെ കൂട്ടാൻ വലിയ രീതിയിൽ തന്നെ ആവേശവുമായി മുന്നോട്ട് പോയത്. പലപ്പോഴും VK ശ്രീകണ്ഠൻ പോലെയുള്ള UDFൻ്റെ, കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോൾ തേനും പാലും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ അപകടകരമായൊരു രാഷ്ട്രീയം, വിഘടനവാദത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, മതഭീകരതയുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പൊക്കിപ്പറയാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു എന്നൊരു ചോദ്യമാണ് കൃത്യമായി തന്നെ അവശേഷിച്ചത്. അതെങ്ങനെ പൊതുസമൂഹം വിലയിരുത്തും എന്നതാണ് രണ്ടാമത്തെ ചോദ്യം.